ഫ്രണ്ട്സ്, SSLC കണക്ക് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എത്രമാത്രം പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 90% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ളതായിരിക്കും. ഓരോ പാഠങ്ങളിലെയും 2014 മുതൽ 2025 വരെ SSLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2017 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. The product of two consecutive terms of the arithmetic sequence 5, 8, 11, etc. is 598. Find the positions of the terms multiplied. 5, 8, 11, etc. എന്ന സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ ഗുണനഫലം 598 ആണ്. ഗുണിച്ച പദങ്ങളുടെ പദസ്ഥാനങ്ങൾ കണക്കാക്കുക. ഇവിടെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 5, 8, 11 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയിലെ രണ്ട് അടുത്തടുത്ത പദങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 598 എന്ന സംഖ്യ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ രണ്ട് പദങ്ങൾ, അതായത് തൊട്ടടുത്തുള്ള ആ രണ്ട് പദങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ആ പദങ്ങൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ആ പദങ്ങളുടെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആ പദം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു പദം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ X എന്ന ഒരു ലെറ്റർ കൊണ്ട് നമുക്ക് ആ ഒരു പദത്തിനെ സൂചിപ്പിക്കാം. ഇനി നമുക്ക് തൊട്ടടുത്ത പദത്തിനെ കൂടെ സൂചിപ്പിക്കണം. അതെങ്ങനെയാണ് സൂചിപ്പിക്കുക? നമുക്കറിയാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഉണ്ടാവുന്നു. ഇനി രണ്ടാമത്തെ പദം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ആദ്യ പദത്തിനോട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ പദം കിട്ടുന്നത്. മൂന്നാമത്തെ പദം എങ്ങനെയാണ് കിട്ടുക? ഈ രണ്ടാമത്തെ പദത്തോട് വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ പദം കിട്ടുന്നത്. നാലാമത്തെ പദം എങ്ങനെയാണ് കിട്ടുക? ഈ മൂന്നാമത്തെ പദത്തിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് നാലാമത്തെ പദം കിട്ടുന്നത്. ഇതുപോലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്താണ് നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ഒരു ടേം X ആണെങ്കിൽ തൊട്ടടുത്ത ടേം ഏതായിരിക്കും? ഈ Xന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Xഉം X+D ആ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ്, അതായത് അടുത്തടുത്ത രണ്ട് പദങ്ങൾ. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ അഥവാ പൊതുവ്യത്യാസം എങ്ങനെയാണ് കാണുക? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറച്ചാൽ മതി. അതായത് 8ൽ നിന്നും 5 പോയാൽ എത്രയാണ്? 3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പദം X ആണെങ്കിൽ തൊട്ടടുത്ത പദം X+3 ആണ്. അപ്പൊ Xഉം X+3 നമ്മുടെ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് അഥവാ തൊട്ടടുത്ത പദങ്ങൾ. ഇനി നമുക്ക് Xന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിന്റെ ബാക്കി കാണുവാനായി അടിയുള്ള വീഡിയോ കണ്ടു നോക്കുക. താങ്ക്